മാധ്യമങ്ങളോട് മുഖം തിരിഞ്ഞ് മന്ത്രി വീണ ജോർജ്. പ്രതികരണത്തിന് വേണ്ടി കാത്തുനിന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് മടങ്ങി. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോഴാണ് പ്രതികരണമില്ലാതെ മന്ത്രിയുടെ മടക്കം. ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നു. ഷിജോ, അതായത് സർക്കാരിനകത്ത് തന്നെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണോ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം? ജിംസ്, അങ്ങനെ തോന്നിയാലും തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇതിപ്പോൾ ആരോഗ്യമന്ത്രി ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി മറ്റൊന്ന് പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇതൊന്നുമല്ലാത്ത, ഇതുമായി ബന്ധപ്പെട്ടില്ല വേറെ മറ്റു പല വിമർശനങ്ങൾ. അപ്പോൾ പലതരത്തിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു വ്യത്യാസം പലയിടങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം തേടി മാധ്യമങ്ങൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പോയി ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തുനിന്നത്. മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിനകത്ത്, ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വിഷയത്തിനകത്ത് ആരോഗ്യ വകുപ്പിന്റെ പ്രതികരണം എന്താണ്, വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷം എന്താണ് വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, എന്താണ് ആരോഗ്യ വകുപ്പിന്റെ തുടർ നീക്കങ്ങൾ. ഞങ്ങൾ ആരോഗ്യവകുപ്പ് ഇതെല്ലാം ചെയ്തു കൊള്ളാം, ഇതൊന്നും മാധ്യമങ്ങൾ അറിയേണ്ടതില്ല, മാധ്യമങ്ങൾ വിമർശിക്കാൻ മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് മാധ്യമങ്ങൾ എന്നുള്ള വിമർശനം സമൂഹ മാധ്യമത്തിലൂടെ എഴുതിയിടുകയും ബാക്കിയൊക്കെ മാധ്യമങ്ങൾ അറിയാതെ ചെയ്തു കൊള്ളാം എന്ന് പറയുകയും ചെയ്യുന്ന നിലപാടിലേക്കാണ് ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു തരത്തിൽ പോലും പ്രതികരിക്കാൻ കൂട്ടാക്കാതെ മന്ത്രി വാഹനത്തിൽ ഔദ്യോഗിക വസതിയിൽ നിന്ന് മടങ്ങിയത്. ആ വീടിന് മുമ്പിൽ, മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാഹനം നിർത്തുകയോ വാഹനത്തിന്റെ ഗ്ലാസ് പോലും താക്കുകയോ ചെയ്യാതെയാണ് ആരോഗ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് മടങ്ങിയത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം, അതായത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം കാഷ്വാലിറ്റി തുറക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലടക്കം നമുക്കറിയാം, നമ്മുടെ നേരത്തെ മുഹമ്മദ് ആഷിക്ക് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ലിഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങളിൽ എന്താണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ചെന്ന് മന്ത്രിയെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ മന്ത്രി ഇറങ്ങി വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് പോലും ചോദിക്കാതെ, ആ വാഹനത്തിന്റെ ഗ്ലാസ് പോലും താക്കാതെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് രാവിലെ കണ്ടത്. അജിംസ്.